ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ന്യൂസാണ് കാസർഗോഡ് പാണളത്ത്. എനിക്ക് തോന്നുന്നു ആ കുട്ടീന്റെ വീട് പാണളത്താണെന്ന് തോന്നുന്നു. കല്യാണം കഴിച്ചു കൊടുത്തത് ചെറലെടുക്ക ആ സൈഡിലേക്കാണെന്ന് തോന്നുന്നു. ഗാർഹിക പീഡനം കാരണം. ഗാർഹിക പീഡനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിയമ്മേന്റെയോ അമ്മായിയച്ഛന്റെയോ നാത്തൂന്റെയോ മാത്രമല്ല, കെട്ടിക്കൊണ്ട് പോയ ഹസ്ബൻഡിന്റെയും ഇവന്റെയും പീഡനം സഹിക്കാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു ആനിവേഴ്സറിന്റെ അന്നോ അങ്ങനെ എന്തോ ഫംഗ്ഷന്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആസിഡ് കഴിച്ചിട്ടാണ് ഈ ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നത്. ആൾക്ക് 2.5 മാസം അല്ലെങ്കിൽ 3 മാസം എന്തോ പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ന്യൂസുകളിൽ ഇവരുടെ ഫാമിലിയിലുള്ളതും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ളവർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളും കൂടെ കേട്ടിട്ടുണ്ടാവും. ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആൾക്കാരാണ്. പിന്നെ ഇവരുടെ ഈ കുട്ടീന്റെ വീട്ടുകാരെ ആ ബന്ധം വേണ്ട, ആർക്കും ആ ഫാമിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിനെ കുറിച്ചിട്ടോ നല്ല അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടും സ്നേഹമാണ് അഖില സാരമൊഴിയില്ല അങ്ങനെ എന്തോ സംഭവമില്ലേ, സ്നേഹമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എനിക്ക് അവനെ തന്നെ വേണം എന്ന് വാശി പിടിച്ച് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച്, അപ്പൊ എത്രത്തോളം ആ കുട്ടി അവനെ സ്നേഹിച്ചിരിക്കണം അല്ലേ, സമ്മതിച്ച് കല്യാണം കഴിച്ച് ഇവൻ ഈ മരിക്കുന്ന അന്നടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ അങ്ങനെയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മരിച്ച അന്നടക്കം ഈ നാറി ചെറ്റ, ഞാൻ ഫോട്ടോ ഞാൻ വെക്കാം, പിന്നെ ഇവൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും രക്തം കട്ട പിടിച്ചിട്ടും കല്ലിച്ചതും ഒക്കെ ആയിട്ടുള്ള പാടുകളും ഒക്കെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പെൺകുട്ടികളോട് സ്ത്രീകളോട് ആണ് പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മറ്റേ ചങ്ങലയൊന്നുമല്ല, ഒരു ബന്ധനമൊന്നുമല്ല. അതിൽ നിന്ന് ഇറങ്ങി വരാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ അംഗീകരിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതും സഹിച്ച് അയ്യോ ഞാൻ എങ്ങോട്ടേക്ക് പോകും, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇവന്റെ അടിയും കൊണ്ട് എന്തിനീ, അതിന്റെ ആവശ്യം എന്താ നിങ്ങൾക്കുള്ളത്? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം. എന്നെ വീട്ടിലേക്ക് അയക്കരുത്, വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവിടെയും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എനിക്ക് പിന്നെ കോടതിയുടെ പ്രൊട്ടക്ഷൻ കിട്ടണം അല്ലെങ്കിൽ പോലീസുകാരുടെ പ്രൊട്ടക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിലോ കാര്യങ്ങളിലോ നിങ്ങളെ നിർത്തും. മനസ്സിലായില്ലേ? ഉറപ്പായിട്ടും നിർത്തും. അങ്ങനെയൊക്കെ കണ്ണിച്ചോരയില്ലാത്ത ആൾക്കാര് ഏതെങ്കിലും ഒരാളെങ്കിലും നല്ലതുണ്ടാവില്ലേ പോലീസ് സ്റ്റേഷനിലോ, നിങ്ങൾക്ക് അങ്ങനെ അഭയം പ്രാപിക്കാം. അല്ലാണ്ട് ഒരു 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 നിങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടുള്ള പരിപാടിക്കൊന്നും നിൽക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരുപാട് നിങ്ങളുടെ മക്കള് നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, കുട്ടിയില്ലാത്തവരും ആവട്ടെ, ഇങ്ങനെ ഹസ്ബൻഡ് തല്ലി ചതയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനല്ലേ ഏതാണിവൻ? പാണളത്ത് ഞാൻ കണ്ടിട്ടില്ല ഇനിയൊന്നും. പാണളത്തുള്ള ഏത് ചെറ്റയാണിത്? ഇനി നിങ്ങൾ കണ്ടോ, ഇവൻ ഈസി ആയിട്ട് ഇവയിൽ ഊരിപ്പോരും ചെയ്യും, ഇവനൊരു കല്യാണവും കഴിക്കും. ഒരു ഉളുപ്പും ഇല്ലാതെ ഏതെങ്കിലും ഒരുത്തി പരനാറി ഇവനെ കല്യാണം കഴിക്കുകയും ചെയ്യും. എല്ലാം അറിഞ്ഞിട്ടും ഇവനെ കല്യാണം കഴിക്കും. കണ്ടോ നിങ്ങൾ ഇത് എന്റെ വീഡിയോ ആണെങ്കിൽ സേവിലിട്ടോ. ഇവൻ ആർഭാടമായിട്ട് ഇനിയൊരു പെണ്ണിനെയും കൂടി കല്യാണം കഴിക്കും, അവളോടും ഇത് തന്നെ ചെയ്യും. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇവനൊന്നും ഒരിക്കലും മാറാൻ പറ്റില്ല. ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും നിന്നെ സ്നേഹിച്ച് എല്ലാരും എതിർത്തിട്ട് നിന്നെ കല്യാണം കഴിച്ചിട്ട് അവളെ നീ തല്ലി ചതക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്താ ആണത്തം കാണിച്ചതാന്നോ? ഭാര്യനെ തല്ലുന്ന ഒരാണാണ് ഞാൻ, അങ്ങനെയാന്നോ? നീ എന്തിനാ ഈ കുട്ടി, നിങ്ങൾ എന്തിനാ മരിച്ചത്? അവനെ അങ്ങ് കൊന്നു കളയായിരുന്നില്ലേ? എന്നാലും ഞങ്ങൾ കൈയടിച്ചേനെ. ഇങ്ങനെയുള്ള കൊന്നു കളഞ്ഞിട്ടില്ലെങ്കിലും ഇനി അടിക്കാൻ ആ കൈ പൊന്താത്ത വിധം കൈ അങ്ങ് വെട്ടിക്കളയായിരുന്നില്ലേ? കോമയിൽ അങ്ങനെ ആക്കി കിടത്തായിരുന്നില്ലേ? അന്ധമായ സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ മരിക്കുന്ന എന്തിനാണ്? ഇനിയുള്ള ആൾക്കാരോടാണ് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ വെരി പ്രീഷ്യസ് ആയിട്ടുള്ള ജീവൻ ഒരാൾക്ക് വേണ്ടിയും കളയരുത്. എത്രയോ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ വീട് വിട്ട് കഴിഞ്ഞാൽ ആ വീട് മാത്രമല്ല ഓപ്ഷൻ ആയിട്ടുള്ളത്. ശരിയാണ്, നിങ്ങളുടെ മാനസികാവസ്ഥ ആ ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തുമാവട്ടെ, ഒരുപാട് ഇനി ദൂരം പോവാനുണ്ടെന്ന് ചിന്തിക്കുക. ഈ ഒരു നാറി നിങ്ങളെ തല്ലിച്ചതയ്ക്കുന്നു, മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇതുപോലത്തെ ഡിസിഷൻസ് എടുക്കാണ്ടിരിക്കുക.
പിന്നെ പാരന്റ്സിനോടാണ്, നിങ്ങളിനി കല്യാണം കഴിച്ചു വിട്ടതാവട്ടെ, അവരുടെ ഇഷ്ടം തന്നെ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളുടെ മകളല്ലേ. നിങ്ങളുടെ മകള് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട്, എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ ഫോണും വെച്ച് മോളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാണ് നിങ്ങൾ ചെയ്യേണ്ടിരുന്നത്. പിന്നെ ഏതോ ഒരു ആള് പറയുന്നത് കേട്ടു, ഈ കുട്ടിന്റെ ഉമ്മാനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്തിനാണ് മകളെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉമ്മാനെയും ഇവൻ ഉപദ്രവിക്കാൻ പോയി. ഇവൻ മാനസിക രോഗിയാണ്, ഇവൻ ചെറ്റ നാറി. പാണളം പെരുമ്പള പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഇവൻ എടക്കണ്ടല്ലോ തച്ച് കൊല്ലണം കേട്ടോ ഇവനെ. ചിലപ്പോ ആ പാലത്തിലുള്ള ഇരിക്കുന്നുണ്ടാവും വന്നിട്ട്. എടക്കണ്ടാലും ഓന്റെ കാരണം നോക്കി ആ കുട്ടി, ഈ മരിച്ചുപോയ പെൺകുട്ടി അനുഭവിച്ച വേദന അടിക്ക് അന്തകനും പേടിക്കും എന്നാണ്. അവനും കൂടി ആ വേദന അറിയണം. പെരുമ്പളക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നും. എവിടെ കണ്ടാലും, ഈ കാസർഗോഡ് ജില്ലയിൽ ഈ ചേറ്റനെ എവിടെ കണ്ടാലും മൂക്കിന്റെ പാലടിച്ചു പൊട്ടിക്കണം ഈ ചേറ്റേന്റെ. നീ ഇവരിൽ എന്നാ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ചേറ്റ നാറി. ദയവ് ചെയ്തിട്ട് ഒരു സ്ത്രീയും, ഒരു സ്ത്രീ മാത്രമല്ല, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരാൾക്ക് വേണ്ടിയും നിങ്ങളുടെ ജീവൻ നിങ്ങൾ ബലി കൊടുക്കരുത് ദയവ് ചെയ്തിട്ട്. അയ്യോ, എന്തൊക്കെ ഇത്ര മനുഷ്യന്മാരാണല്ലേ. മൈ ഗോഡ്.